നമസ്കാരം. കേരള കണക്റ്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്ത്രീകളുടെ ഇടയിൽ ഈ അടുത്ത കാലത്തായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഗർഭാശയ മുഴ. വളരെ കോമൺ ആണല്ലേ. അപ്പോൾ ഈ ഗർഭാശയ മുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ആശങ്കയും അതുപോലെ ആങ്സൈറ്റിയൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം ഈ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴ എന്ന് പറയുന്നത് എന്താണ്? വലിയ പ്രശ്നക്കാരനാണോ? എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? അത് എപ്പോഴാണ് ചികിത്സിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായി ഇന്ന് 1 മണിക്കൂർ സമയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഗർഭാശയ മുഴയും അതിൻ്റെ പ്രതിവിധികളും എന്നുള്ള വിഷയത്തെക്കുറിച്ച്, പരിഹാര മാർഗങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായി പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സിന്ധു MS ആണ്. ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ആദ്യം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം വീണ. ഓക്കെ, ഇനി പ്രേക്ഷകരോടായിട്ട് നമ്മുടെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഗർഭാശയ മുഴകളും പരിഹാര മാർഗങ്ങളും എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർ MS സിന്ധു ആണ് നമുക്ക് അതിഥിയായിട്ട് ഉള്ളത്. ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇപ്പോൾ ഡോക്ടറോട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ലൈവായി ചോദിച്ച് അറിയാം നിങ്ങളുടെ സംശയങ്ങൾ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക, ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം. കൂടാതെ വാട്സാപ്പിലൂടെ നിങ്ങളുടെ മെസ്സേജസ് ആയിട്ടും ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഡോക്ടർ ലൈവായി തന്നെ അതിനുള്ള ഉത്തരം തരുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഡോക്ടർ, ഈ ഗർഭാശയ മുഴ എനിക്കൊന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ഈ ഫൈബ്രോയിഡ് എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞ് തുടങ്ങാൻ തോന്നുന്നു ഡോക്ടർ. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ട്യൂമർ മുഴയാണ് ഗർഭാശയ മുഴ. ഒരു 50 വയസ്സിനകം ഉള്ള സ്ത്രീകളെ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു 70 മുതൽ 80% സ്ത്രീകൾക്കും ഗർഭാശയ മുഴ ഉണ്ടാകും. അത്രയും കോമൺ ആണ്. പക്ഷേ പലരുടെയും മുഴകൾ കണ്ടുപിടിക്കപ്പെടാതെ പോകും. കാരണം അവർക്ക് യാതൊരു പ്രശ്നവും മിക്കപ്പോഴും ഈ മുഴകൾ ഉണ്ടാക്കാറില്ല. വെറുതെ നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കിയാൽ ഒരാൾക്ക് മുഴ കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരസുഖവും ഇല്ലാതെ ഒരു മരിച്ച ഒരാൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കൂ, മുഴയുണ്ടാവാം. അത്ര കോമൺ ആണ് ഈ ഗർഭാശയ മുഴകൾ. അത് ഗർഭാശയത്തിൻ്റെ മസിൽ അഥവാ വാൾ, ഭിത്തി എന്നൊക്കെ പറയും, അതിലുണ്ടാകുന്ന ഒരു മസിലിൻ്റെ ഒരു മുഴയാണ്. മസിലും ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയും നമ്മൾ, കലകൾ, അത് ചേർന്ന മുഴകളാണ് ഗർഭാശയ മുഴകൾ. അത് വളരെ കോമൺ ആണ്. എന്നാൽ എല്ലാം വില്ലനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇത്ര കോമൺ ആയിട്ട് സ്ത്രീകളിൽ ഫൈബ്രോയിഡ്, അത് ഫൈബ്രോയിഡ് വരുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡോക്ടർ, ഈ മസിൽസിൻ്റെ തന്നെയാണ് എക്സ്റ്റൻഷൻ എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ തോന്നുന്നു? അതെ അതെ. പക്ഷേ ഗർഭാശയ മുഴകൾക്ക് നമുക്ക് കാരണം പറയാനില്ല. അതിനൊരു കാരണമില്ല. അത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, നമ്മുടെ സ്ത്രൈണ ഹോർമോണുകളാണ്. അതിൻ്റെ ഒരു ആധിക്യം വേണമെങ്കിൽ ഒരു കാരണമായി പറയാം. പിന്നെ വേണമെങ്കിൽ ഒരു ഫെമിലിയൽ എന്ന് പറയും, നമ്മുടെ കുടുംബപരമായി അമ്മൂമ്മയ്ക്കൊക്കെ ഗർഭാശയ മുഴയുള്ളവർക്ക് ഗർഭാശയ മുഴ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് അതിനൊരു കാരണം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രൈണ ഹോർമോണിൻ്റെ ആധിക്യം. എല്ലാവർക്കും സ്ത്രൈണ ഹോർമോണുണ്ട്. ആധിക്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം വളരെ ദൈർഘ്യം, ഒരു 30 മുകളിലാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്നത്. പണ്ട് കാലത്ത് 14-15 വയസ്സിൽ വിവാഹം കഴിക്കുകയും ഒരു 40-45 വയസ്സ് വരെ അവർ പ്രസവിച്ചുകൊണ്ടേയിരുന്നു. ആ അവസ്ഥയിൽ അവരുടെ സ്ത്രൈണ ഹോർമോൺസ് അഥവാ ഈസ്ട്രജൻസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അതുകൊണ്ടാവാം അന്നത്തെ കാലത്ത് മുഴകൾ ഉണ്ടാകാതിരുന്നതും, അഥവാ ഉണ്ടായാൽ പോലും അത് വളരാതിരുന്നതും. ഇന്ന് ഈ ഹോർമോൺസിൻ്റെ ആധിക്യം കാരണം പ്രഗ്നൻ്റ് ആകുന്നില്ല, പ്രസവിക്കുന്നില്ല, പാലൂട്ടി വളർത്തുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഈ ഹോർമോൺ ശരീരത്തിൽ കൂടുതലാണ്. പിന്നെ അവരുടെ ഒബിസിറ്റി, ഫാറ്റി ബോഡി, ഈ ഫാറ്റ് എന്ന് പറയുന്ന ഫാറ്റിനകത്തുനിന്നും ധാരാളം സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ സ്ത്രൈണ ഹോർമോൺസ് എല്ലാം സ്റ്റിറോയിഡ് ഹോർമോൺസാണ്. അപ്പോൾ കുറേയൊക്കെ ഈ കൊഴുപ്പിൽ നിന്നും നമ്മളുടെ സ്ത്രൈണ ഹോർമോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ആ ഈസ്ട്രജൻ കൂടുതൽ ഉള്ള ഒരവസ്ഥ ഉണ്ടാവുകയും അതും ഒരു കാരണമായേക്കാം എന്നേ പറയാൻ പറ്റും.
ഓക്കെ ഡോക്ടർ, ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്തൊരു ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പണ്ടത്തെ കാലത്തും സ്ത്രീകൾക്ക് ഈ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, പലപ്പോഴും അറിഞ്ഞിട്ട് പോലും ഇല്ല. ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് എന്ന് വെച്ചാൽ മുമ്പ് കാലത്തൊരു 7 or 8 ഡെലിവറിയിലേക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഓരോ ഡെലിവറിയുടെ സമയത്തും ഇതിങ്ങനെ ചുരുങ്ങും, അങ്ങനെ എന്തോ ഒരു പ്രക്രിയയാണ് ആ ഡോക്ടറുടെ ഭാഷയിൽ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല, പണ്ട് കാലത്തും ഉണ്ടാകാം. ഈ പറഞ്ഞ പോലെ ഒന്ന്, ഇന്നത്തെ കാലത്തെ പോലെ ആളുകൾ ഹോസ്പിറ്റലിൽ പോവില്ല. ഇല്ല. എത്ര ബ്ലീഡ് ചെയ്താലും ഒരു ഹോസ്പിറ്റലിൽ വരില്ല, ഡയഗ്നോസിസ് ഇല്ല. ഇല്ല. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഇത് തന്നെയാണ്, മൾട്ടിപ്പിൾ ഡെലിവറീസ്, അവരുടെ മെലിഞ്ഞ ശരീരപ്രകൃതി, ഫാറ്റി അല്ലാത്ത ഫുഡ്. നമ്മുടെ കേരളത്തിലെ തനത് ആഹാര രീതി വളരെ മാറിപ്പോയില്ലേ? പണ്ട് വെറും പഴങ്കഞ്ഞി, ചോറ് അല്ലെങ്കിൽ പച്ചക്കറികൾ കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇന്ന് എന്താ കഴിക്കുന്ന? ബർഗർ, ചിക്കൻ ഇല്ലാതെ ആഹാരം കഴിക്കില്ല, ഫ്രൈഡ് ഐറ്റംസ്. ഇതെല്ലാം ശരീരപ്രകൃതി. പണ്ട് കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് ആവറേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോ ആണ്. ഇന്നത് 70-75 കിലോ ആണ്. അപ്പോൾ അത്രയും ഫാറ്റാണ്. നമ്മുടെ സ്റ്റേച്ചർ അല്ല, നമ്മുടെ ബിൽറ്റ് മാറിയിട്ടില്ല, നമ്മുടെ ബോണി സ്റ്റേച്ചർ മാറിയിട്ടില്ല, ഫാറ്റാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു കാരണമാണ്. ഡോക്ടർ, ഈ എന്താണ് ഫൈബ്രോയിഡ് എന്നുള്ളത് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം എന്നുള്ളത് പറഞ്ഞു. ഈ ഫൈബ്രോയിഡുകൾ ഇത്രയും കോമൺ ആയി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അതിൻ്റെ ഡയഗ്നോസിസിലേക്കും ട്രീറ്റ്മെൻറ്റിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളൊരു പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമല്ലോ. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പെൺകുട്ടികൾ ഇപ്പോൾ ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ അമ്മമാർ ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക്. അതാ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണിതിൽ. അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. പെൺകുട്ടികൾക്ക് ഈ വെയിറ്റ് ഗെയിൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രം ബർത്ത് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മളിപ്പം വളരെയധികം ഓമനിച്ച് കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുത്താണ് വളർത്തുന്നത്. അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ ശരീരത്തിൽ മുഴുവൻ അടിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരസുഖം, പോളിസിസ്റ്റിക് ഒവേറിയൻ, PCOD. അതും വളരെ കോമൺ ആണ്. അതും ഇതുപോലെ ഒരു സ്ത്രൈണ ഹോർമോണിൻ്റെ ആധിക്യം തന്നെയാണ്. ഈസ്ട്രജൻ വളരെ കൂടുതലാണ് അവർക്ക്. അതിൻ്റെ കൂടെ തന്നെ പുരുഷ ഹോർമോണും കൂടും, ടെസ്റ്റോസ്റ്റെറോൺ, രണ്ടും കൂടും. കാരണം സ്ത്രീകൾക്ക് പുരുഷ ഹോർമോണിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടാൻ പാടില്ല. പരിധിയിൽ കൂടുമ്പോഴാണ് പുരുഷന്മാരെ പോലെ മീശ അതൊക്കെ ഉണ്ടാവുന്നത്, മുഖക്കുരു അതൊക്കെ. പക്ഷെ അതുമെല്ലാം ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇല്ലാത്ത ആൾക്കാർക്ക് തന്നെയാണ് കൂടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ബോഡി മാസ് ഇൻഡെക്സ് ആ ഇതിൽ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ നിൽക്കണം. അത് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടല്ല നമ്മൾ ഒരിക്കലും ഈ വെയ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങേണ്ടത്. ഫ്രം ബർത്ത് ഓൺവേർഡ്സ് നമുക്ക് റിക്വയർഡ് വെയിറ്റ് മാത്രമേ പാടുള്ളൂ. ആവശ്യമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നടത്തുകയും വേണം. എന്നാൽ മാത്രമേ ഒരു ഹെൽത്തി ബോഡി ഉണ്ടാവുള്ളൂ. ഒരു ഹെൽത്തി ബോഡിയിൽ മാത്രമേ ഇതുപോലുള്ള അസുഖങ്ങളില്ലാതിരിക്കുള്ളൂ. ഡോക്ടർ, ഈ ബർത്ത് മുതൽ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് ചബ്ബിയായി കുഞ്ഞുങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് അമ്മമാർ. ഇപ്പോൾ പെൺകുട്ടികളായാലും ബോയ്സ് ആണെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഗീ കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ കൊടുക്കുക, ഗീ ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വളരെയധികം ഗീ കൊടുക്കുന്ന അതൊരു സ്നേഹത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാറുന്ന സാഹചര്യം കാണുന്നത്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ട ഒരു ഡയറ്റ് അല്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തെ പീഡിയാട്രീഷ്യൻസ് അല്ലെങ്കിൽ നിയോനെറ്റോളജിസ്റ്റുകളെല്ലാം പറയുന്നത് എന്താണ്? ആദ്യത്തെ 6 മാസം അമ്മയുടെ പാലേ കൊടുക്കാൻ പാടില്ല. അമ്മയുടെ പാല് തന്നെ ഇപ്പോൾ പെൺകുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ ധാരാളം ആഹാരം തീറ്റിച്ച് ഒരു ഡബിൾ സൈസ് ആക്കും. അതൊന്നും ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ അമ്മയുടെയും തന്നെ കിട്ടും. ഒരു ആവറേജ് ഫുഡ് കഴിക്കുന്ന അമ്മമാരുടെ നിന്ന് കിട്ടും. അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കുഞ്ഞുറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബോട്ടിൽ ഫീഡ് ചെയ്താൽ തന്നെ ഒബിസിറ്റി തുടങ്ങും. പിന്നെ സ്നാക്കിംഗ് ഹാബിറ്റ്സ്, ഒരു KG സ്റ്റുഡൻസിന് പോലും 2 പാത്രങ്ങളിൽ മണിക്കൂർ ഇടവിട്ട് സ്നാക്സ് കൊടുത്തു വിടുകയാണ് പേരൻസ്. നമ്മുടെയൊന്നും ചൈൽഡ്ഹുഡിൽ അങ്ങനെ നമ്മൾ കേട്ടിട്ടും കൂടിയില്ല അല്ലേ? ബേക്കറി ഫുഡ്സ് ഇതെല്ലാം വളരെ അൺഹെൽത്തിയാണ്. അത് പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. കുട്ടികളെല്ലാം സ്കൂൾ ബസ്സിലോ കാറിലോ ആണ് സ്കൂളിൽ പോകുന്നത്. നടന്നു പോകുന്ന പരിപാടിയേ ഇല്ല. അതൊക്കെ കൊണ്ടാണ്. അപ്പം വളരെ മിനിമം ആഹാരം കഴിക്കുക, എന്നാൽ ന്യൂട്രിയൻറ്റ് സഫിഷ്യൻ്റ് ആയിരിക്കണം.
ഹെൽത്തി ഫുഡായിരിക്കണം, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് വേണം. ഈ ഘീ അല്ലെങ്കിൽ കുറേ എക്സസ് ഫുഡ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അളവ് കുറവ് മതി, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, നമ്മൾ തിരിച്ച് നമ്മൾ അതിലേക്ക് ഞാൻ വന്നത് കാരണം ഇപ്പൊ PCOD ആയാലും സാധാരണഗതിയിൽ നമ്മളൊരു കുഞ്ഞിന്, ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ ഒരു പെൺകുട്ടിക്കല്ല, ഭാവിയിൽ ഒരു സ്ത്രീക്കാണല്ലോ നമ്മൾ ജന്മം കൊടുക്കുന്നത്, പുതിയ തലമുറയ്ക്കാണ് ജന്മം. അതെ. അപ്പൊ അവിടുന്ന് തന്നെ നമ്മൾ കെയർ ചെയ്ത് വരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് ഫൈബ്രോയിഡിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഫൈബ്രോയിഡും ഇപ്പൊ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി കൂടി വരുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. തീർച്ചയായും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ ഫൈബ്രോയിഡിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100-80 പേർക്കും ഫൈബ്രോയിഡ് ഉണ്ടാവും. പക്ഷേ അതിലൊരു 10-20% മാത്രമേ ഡയഗ്നോസിസ് എത്തുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്സ് കുറവാണ്. ഫൈബ്രോയിഡിൻ്റെ സിംറ്റംസ് ഡിപ്പെൻസ് ഓൺ അതിൻ്റെ സൈസ്, അതിൻ്റെ ലൊക്കേഷൻ. യൂട്രസിൽ തന്നെ പല തരം ഫൈബ്രോയിഡ്സ് ഉണ്ട്. ഫൈബ്രോയിഡ് സെയിം ആണെങ്കിലും അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് യൂട്രസിൻ്റെ ഉൾഭാഗത്തെ ആ ക്യാവിറ്റി എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് കിടക്കുന്ന സ്ഥലം, അതിന് നമ്മൾ യൂട്രൈൻ ക്യാവിറ്റി എന്നാണ് പറയുന്നത്. യൂട്രസിൻ്റെ ഉൾഭാഗം, അതിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഫൈബ്രോയിഡ്സ് ഉണ്ട്, അതിന് സബ്മ്യൂക്കസ് എന്ന് പറയും. രണ്ടാമത് ആ മസിലിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഫൈബ്രോയിഡ്സ്, അതിന് നമ്മൾ ഇൻട്രാമ്യൂറൽ എന്ന് പറയും. ഈ പേരുകളൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഞാൻ പറയുകയാണ് ഒരു കംപ്ലീഷൻ സേക്കിന്. പിന്നെ യൂട്രസിൻ്റെ പുറമേ ഇരിക്കുന്ന, അതിന് സബ്സീറസ് എന്ന് പറയും. അപ്പോൾ ഈ 3 ടൈപ്പ് ഫൈബ്രോയിഡ് 3 ഡിഫറെൻറ്റ് സിംറ്റംസ് ആണ് ഉണ്ടാക്കുക. ഈ ഏറ്റവും പുറമേ ഇരിക്കുന്ന ഫൈബ്രോയിഡ്സ് മിക്കപ്പോഴും സിംറ്റം കാണിക്കില്ല, ഇല്ല, നമുക്കതൊരു ശല്യം ഉണ്ടാക്കത്തില്ല. പക്ഷെ ചിലപ്പോൾ അതിൻ്റെ സൈസ് കൊണ്ട് അത് വളരെ അങ്ങ് വളർന്നു കഴിഞ്ഞാൽ വയറ്റിലൊരു കട്ടി, ചിലർ പ്രഗ്നൻസി പോലെ വരും, ഇവിടെ വരെ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് സൈസ് കൊണ്ട്. പിന്നെ അത് നമ്മുടെ കുടലിലൊക്കെ അമർന്നിട്ട് മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട്, കുടൽ അമർന്നു പോകും. അപ്പോൾ അത് നമ്മുടെ മോഷനൊന്നും താഴോട്ട് ഇറങ്ങാത്ത ഒരു പ്രയാസം. പിന്നെ മൂത്രസഞ്ചിയിലോ മൂത്രം വരുന്ന ട്യൂബിലോ ഒക്കെ അത് അമർന്നിട്ട് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്രം പോകാനുള്ള പ്രയാസം, അല്ലെങ്കിൽ പല പ്രാവശ്യം പോകാൻ തോന്നുന്നത്, ചിലർക്ക് മൂത്രം പോവുകയില്ല, അതാണ് ഒന്ന്. പിന്നെ അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ഹെവി ബ്ലീഡിങ്. പീരീഡ് സമയത്ത് ഹെവി ബ്ലീഡിങ്, അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കാതെ പ്രൊലോങ്ഡ് ആയിട്ട് പോവുക, അത് കോമൺ ആയിട്ടുള്ളൊരു സിംറ്റമാണ്. അല്ലെങ്കിൽ പെയിൻഫുൾ പീരീഡ്സ്, അത് അടുത്ത സിംറ്റമാണ്. അതും ഈ മസിലിനകത്തെയും അല്ലെങ്കിൽ ഉള്ളിൽ ക്യാവിറ്റിയിലുള്ള ഫൈബ്രോയിഡ്സും പെയിൻഫുൾ, സിവിയർ പെയിൻ ഡ്യൂറിങ് പീരീഡ്സ്, പ്രസവ വേദന പോലുള്ള പെയിൻ പോലും വരാം. പിന്നെ ഈ ബ്ലീഡിങ് തന്നെ നമ്മളുടെ പെൺകുട്ടികൾ അറിയാമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ, മെൻസസ് ബ്ലീഡിങ് കുറച്ച് ഹെവി ആവുന്നത് ഒരു നോർമലായിട്ടാണ് നമ്മുടെ ആൾക്കാർ കണക്കാക്കുന്നത്. ഇതൊക്കെ കോമൺ ആണ്, അല്ലെങ്കിൽ ഇത് മെനോപോസ് എടുക്കുന്നത് കൊണ്ടാണ്, എനിക്ക് കുറച്ച് ബ്ലീഡിങ് കൂടുതലാണ്. അവർ അതിനെപ്പറ്റി കെയർ ചെയ്യുന്നേയില്ല. പക്ഷേ ഓരോ മാസവും ഇങ്ങനെ കുറച്ച് കൂടുതൽ പോവുകയും അത് തിരിച്ച് ആ ബ്ലഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ചികിത്സയും അവരെടുക്കുകയില്ല. ആഹാരമോ മരുന്നോ ഒന്നും എടുക്കില്ല. കാരണം അതവർ കെയർ ചെയ്യുന്നേ ഇല്ല. അവർക്ക് ഈ ബ്ലീഡ് ചെയ്യുന്നു പോകുന്നു. ചിലർക്ക് അനീമിയ, അതാ പറഞ്ഞേ, ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇതുപോലെ ബ്ലീഡ് ചെയ്ത് വരുമ്പോൾ അവരുടെ ഹീമോഗ്ലോബിൻ ചിലപ്പോൾ 4 or 5 ആയിരിക്കും. ഇത് ഗ്രാജുവൽ ആയതുകൊണ്ട് തന്നെ അവർ ടോളറേറ്റ് ചെയ്യും. ചിലർ ഹാർട്ട് ഫെയിലിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഒരു പ്രോബ്ലം, സിവിയർ അനീമിയ. പിന്നെ ചിലർക്ക് ഈ ഫൈബ്രോയിഡിൻ്റെ ലൊക്കേഷൻ, ഇപ്പോൾ നമ്മുടെ യൂട്രസിലോട്ട് വരുന്ന ട്യൂബ്സ് ഉണ്ടല്ലോ, നമ്മുടെ എഗ്ഗൊക്കെ വന്ന് ഉള്ളിലേക്ക് ആ ട്യൂബിൻ്റെ അവിടെ അമങ്ങിയിരിക്കുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ഉണ്ടാവാം. യൂട്രസിൻ്റെ ഉൾഭാഗത്ത് ആ സബ്മ്യൂക്കസ് പറയില്ല, അതും വന്ധ്യത ഉണ്ടാക്കാം. പക്ഷെ എല്ലാ ഫൈബ്രോയിഡ്സും വന്ധ്യത ഉണ്ടാക്കുമോ? ഇല്ല. വലിയ ഫൈബ്രോയിഡ്സ് 12 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ഉള്ളവർ പോലും ഒരു പ്രോബ്ലം ഇല്ലാതെ പ്രഗ്നൻ്റ് ആയി വരാറുണ്ട്. പ്രഗ്നൻസിയിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് സിംറ്റംസ്. ഡോക്ടർ, ഈ ഫൈബ്രോയിഡിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത് എവിടെയാണ് വരുന്നത്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് സൈസിലുള്ള ഫൈബ്രോയിഡ് എവിടെയൊക്കെ വരുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് പ്രശ്നത്തിലേക്ക് വരുന്നത് എന്നുള്ളത്? അത് യൂഷ്വലി ഞങ്ങൾ പണ്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മോർ ദൻ 3 months പ്രഗ്നൻസി സൈസ് ഓഫ് യൂട്രസ്, അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ എത്ര സെന്റിമീറ്റർ കണക്ക് നമുക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ആയിരിക്കും. സിംഗിൾ ഫൈബ്രോയിഡ്സിൻ്റെ ഒരു സൈസ് വെച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യാറില്ല. മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ആയിരിക്കും. അതുമല്ല, ഓരോ പേഷ്യൻറ്റിൻ്റെയും ഈ 3 months പ്രഗ്നൻസി സൈസ്, ഇപ്പോൾ ഷോർട്ടായിട്ടുള്ള ഒരാളിന്
യൂട്രസിൻ്റെ സൈസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. പക്ഷേ ഹ്യൂജ് സൈസ് പിന്നെ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സർജറി പറയാറുണ്ട്. അല്ലെങ്കിൽ ഈ സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്സ്, ഹെവി ബ്ലീഡിങ് കോസിങ് അനീമിയ, പിന്നെ സിവിയർ പെയിൻ, ഇതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലാതെ വെറുതെ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഒരു മുഴ കണ്ടു എന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഈ ഫൈബ്രോയിഡ് നമ്മൾ ബ്ലീഡിങ് കണ്ട് തുടങ്ങുമ്പോഴാണോ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടത്? തീർച്ചയായും അതാണ്. അതോ ഈ പെയിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡോക്ടർ പറയുമ്പോൾ ചിലർക്ക് ഏതുമാകാം, രണ്ടുമാകാം. സിവിയർ പെയിൻഫുൾ പീരീഡ്സ് വരികയാണെങ്കിലും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുക. വയറിൽ കട്ടി ഫീൽ ചെയ്യുന്നവരും പോയി കാണുക. ഇന്നത്തെ കാലത്ത് വയറിൽ പലർക്കും കട്ടി ഫീൽ ചെയ്യില്ല. കാരണം എന്താണ്? വയറിലെ കൊഴുപ്പ് കാരണം ഫീൽ ചെയ്യില്ല. മെലിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അവരുടെ വയറിലെ കട്ടി ഫീൽ ചെയ്യുള്ളൂ. കാരണം ഇത് ഗ്രാജുവലിയാണ് വളരുന്നത്. അപ്പോൾ അവർ വിചാരിക്കും വണ്ണം വെച്ചതാണ്. ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോഴായിരിക്കും കാണുന്നത് അയ്യോ വലിയൊരു മുഴയുണ്ടല്ലോ. അതെ, ഓക്കെ. ഡോക്ടർ, വാട്സാപ്പിലൊരു ചോദ്യം വന്നതിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. എൻ്റെ പേര് രാധ, എനിക്ക് 50 വയസ്സായി. ഫൈബ്രോയിഡ് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ സ്വയം മനസ്സിലാക്കാന്നുള്ളതാണ്. 50 വയസ്സുള്ള ആൾ ഫൈബ്രോയിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം അവർക്കൊട്ടും സിംറ്റം ഇല്ല, അല്ലേ? പിന്നെ റുട്ടീൻ ചെക്കപ്പ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഫൈബ്രോയിഡ് കണ്ടുപിടിക്കാം. അത് ഒരു സാധാരണ സൈസോ അല്ലെങ്കിൽ നമുക്ക് ശല്യപ്പെടുത്താത്ത സൈസ് ഫൈബ്രോയിഡ് ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഇഗ്നോർ ചെയ്ത് കളയാമെന്നുള്ളത് തന്നെയാണ്. അതാണ് ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാൻ വന്നത്. ഫൈബ്രോയിഡ്സ് ക്യാൻസർ ആകുമോ? ഇതൊരു മുഴയല്ലേ, ഇതൊരു ട്യൂമറല്ലേ? പക്ഷേ ഫൈബ്രോയിഡ്സ് ക്യാൻസർ ആകുന്നത് വളരെ അപൂർവമാണ്, വളരെ റെയറാണ്. യൂട്രസിൽ തന്നെ ഈ മസ്കുലാർ ട്യൂമേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ സാർക്കോമ എന്ന് പറയും. യൂഷ്വലി പ്രീ എക്സിസ്റ്റിംഗ് എന്ന് വെച്ചാൽ നേരത്തെ ഉള്ള ഫൈബ്രോയിഡിൽ ഈ ക്യാൻസറസ് ചേഞ്ച് വരുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ക്യാൻസേഴ്സ് മിക്കവാറും പുതുതായിട്ടുണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയക്കണ്ട. ഒരു ഫൈബ്രോയിഡ് ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് ക്യാൻസർ ആകും എന്ന് വിചാരിച്ച് സർജറി ഞങ്ങൾ പറയാറില്ല. വെരി റെയർ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റില്ല, വെരി റെയർ. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഒരു സംശയമുള്ളത്, ഇപ്പോൾ പല സ്ത്രീകൾക്കും ഫൈബ്രോയിഡ് വന്നു, അത് നിർബന്ധമായിട്ട് എടുത്ത് കളഞ്ഞേ തീരുകയുള്ളൂ. ഇപ്പോൾ പുതിയ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെയുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചർച്ചയിൽ വരാം. പക്ഷേ എപ്പോഴാണ് ഒരു ഫൈബ്രോയിഡ് നിർബന്ധമായിട്ടും എടുത്ത് കളയാൻ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, വെരി ഹ്യൂജ് ഫൈബ്രോയിഡ്, വളരെ വലുപ്പമുണ്ട്, വയറിൽ വലിയൊരു മാസ് ഫീൽ ചെയ്യുന്നു, ഹെവിനെസ്, പേഷ്യൻറ്റിനപ്പോൾ ഭയങ്കര ഒരു ഭാരം, നടുവേദന, നോക്കുമ്പോൾ വലിയൊരു ഫൈബ്രോയിഡ്, അത് നമ്മൾ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാൻ പറയും. 2, ഫൈബ്രോയിഡ് ഈ ഹെവി ബ്ലീഡിങ് കോസ് ചെയ്യുമ്പോൾ വളരെ ആ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ അഫക്റ്റഡ് ആവും. ഒരു 10-12 ദിവസം ഇങ്ങനെ ക്ലോട്ട്സ് പോവുക, അവർ പാഡ് വെച്ച് അവർ പൊറുതി മുട്ടും. അങ്ങനെയുള്ളപ്പോൾ ഫൈബ്രോയിഡ്സ് എടുക്കുക തന്നെ വേണം. അടുത്തത് സിവിയർ പെയിൻ, യൂഷ്വലി അത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡിലാണ് ഇത്ര പെയിൻ തോന്നുന്നത്, അതും എടുക്കണം. പിന്നെ ഫൈബ്രോയിഡ് ആണ് ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയുടെ കാരണം എന്ന് മനസ്സിലായാൽ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചാണ്, യൂട്രസിന് ഉൾഭാഗത്തോ അല്ലെങ്കിൽ ആ ട്യൂബിൻ്റെ സൈഡിലോ ഒക്കെ ഇരിക്കുന്നത്, അതും എടുക്കണം. അപ്പോൾ ഫൈബ്രോയിഡ്സിന് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ 2 തരമുണ്ട്. ഒന്നുകിൽ ഫൈബ്രോയിഡ് മാത്രം എടുക്കാം, ഇല്ലെങ്കിൽ യൂട്രസ് മുഴുവൻ റിമൂവ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈബ്രോയിഡ് മാത്രം എടുക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ഡിപ്പെൻസ് ഓൺ ദ ഏജ്. വളരെ യങ്, ഒരു 30-35 വയസ്സുള്ള കുട്ടി, അവർക്കൊരു ഫൈബ്രോയിഡ് ഉണ്ട്, വലിയ ശല്യമാണ്, അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ പെയിൻ ഉണ്ട്, നമ്മൾ ഫൈബ്രോയിഡ് മാത്രം എടുത്തു കൊടുക്കാം. അവർക്കൊരു കുട്ടിയേ ഉള്ളൂ, ഇനി ഒരു കുട്ടി വേണമെങ്കിലോ എന്ത് ചെയ്യും? മനസ്സിലായി. പക്ഷേ 45 വയസ്സ് കഴിഞ്ഞു, വലിയ ഫൈബ്രോയിഡ്സ് ഇരിക്കുന്നു, ഹെവി ബ്ലീഡിംഗ് ആണ്, പിന്നെ യൂട്രസ് ആവശ്യമില്ലല്ലോ, യൂട്രസിനെ എടുക്കാം. ഡോക്ടർ, ഈ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ യൂട്രസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊത്തം ഒരു ഇതിനെ സ്റ്റെബിലിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണല്ലോ സാധാരണക്കാരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആണോ, അതോ എങ്ങനെയാണ് ഡോക്ടേഴ്സ് അതിനെ സമീപിക്കുന്നത്? അതെ, ലാസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെയാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്നത്. കാരണം നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ തുടങ്ങും. ഇപ്പോൾ ഹെവി ബ്ലീഡിംഗ് ആണ്, വലിയ ഫൈബ്രോയിഡ്സ് ഒന്നും അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് കൊടുക്കും. ബ്ലീഡിങ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, പിന്നെ അവരുടെ അനീമിയ കറക്റ്റ് ചെയ്യും, പിന്നെ പെയിനുള്ള മാനേജ്മെൻറ്റ്, ഇതെല്ലാം മന്ത്ലി ആ പീരീഡ് ടൈമിൽ നമ്മൾ കൊടുത്തു നോക്കും. അതിൽ മിക്ക ഒരു 10% ആൾക്കാർക്ക് അത് മതി.
പിന്നെ വേറെയും ടാബ്ലറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ന്യൂവർ ടാബ്ലറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്കൊരു പ്രൊലോങ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത് അത് കോസ്റ്റ്ലിയാണ്, രണ്ടാമത് അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അതെല്ലാം നമുക്കൊരു ഷോർട്ട് ടേം അങ്ങനെ ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? താങ്ക് യു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. കാർത്തിക എന്നാണ് എന്റെ പേര്. ഓക്കെ കാർത്തിക, നമ്മുടെ ഇന്നത്തെ വിഷയം ഗർഭാശയ മുഴകളും അതിന്റെ പരിഹാരങ്ങളുമാണ്. ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ. ഹലോ ഹലോ മാം. ഗുഡ് ഈവനിങ് കാർത്തിക, പറഞ്ഞോട്ടെ. മാം ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് വിളിച്ചതാണ്. ഞാനിപ്പോ ലൈവ് കാണുന്നുണ്ടായിരുന്നു. അപ്പോ അതായത് എനിക്ക് ഇപ്പോ 35 ഏജ് ആയിട്ടുണ്ട്. എനിക്കൊരു ഓൾറെഡി ഒരു കുട്ടി ഉണ്ട്. ഇപ്പം ഞാൻ ഈ 35 ഞാൻ ക്യാരിയിങ് ആണ്. അപ്പം എനിക്ക് എന്റെ ആദ്യത്തെ കുട്ടിക്ക് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ പ്രഗ്നൻസി ആയ സമയത്ത് എന്റെ വയറിനുള്ളിൽ യൂട്രസിൽ ഒരു സിസ്റ്റ് അവര് കണ്ടിട്ടുണ്ടായിരുന്നു. സിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഫൈബ്രോയിഡ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് കാർത്തിക? ഫൈബ്രോയിഡ്, അതെ. ഓക്കെ. അപ്പൊ അപ്പൊ കുട്ടിക്ക് വേറെ ഹാർംഫുൾ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെ എനിക്ക് രണ്ടാമതൊരു കുട്ടി വേണം എന്നുള്ളത് കൊണ്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം അവരിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യണം എന്നായിരുന്നു താല്പര്യം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തായിരുന്നു. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് എന്നോട് ഞങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡെലിവറി ടൈമിൽ സി സെക്ഷൻ ചെയ്തിട്ട് ഫൈബ്രോയിഡിനെ കൂടെ റിമൂവ് ചെയ്യാം, അങ്ങനെ ഒരു പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഭാവിയിൽ ഇത് വരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് പറയാൻ പറ്റുമോ? പറയാം. ഇതിൽ കുറേ ചോദ്യങ്ങളുണ്ട്. കാർത്തികയ്ക്ക് ആദ്യത്തത് സിസേറിയൻ ആയിരുന്നോ? ആദ്യത്തത് നോർമൽ ഡെലിവറി ആണെങ്കിൽ രണ്ടാമത് സിസേറിയൻ ഓപ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഇനി അഥവാ മറ്റേതെങ്കിലും കാരണത്താൽ സിസേറിയൻ ആകുകയാണെങ്കിൽ ആ ഡോക്ടർ ആ ഫൈബ്രോയിഡ് ഇരിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച്, മനസ്സിലായില്ലേ, അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ അവരെടുത്ത് തരും. വളരെ ഡിഫിക്കൽട്ടാണ് അതിൻ്റെ പൊസിഷൻ, അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യാൻ വളരെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ അതെടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഫൈബ്രോയിഡ് എടുക്കാൻ വേണ്ടി ഒരു സിസേറിയൻ ഓപ്റ്റ് ചെയ്യണം എന്നില്ല. ഡെലിവറി ടൈമിൽ തന്നെ അതും കൂടി അങ്ങ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം എന്തെങ്കിലും ഉണ്ടോ? ദോഷമൊന്നുമില്ല. സിസേറിയൻ ആവുകയാണെങ്കിൽ എടുക്കാം, അല്ലാതെ ഇത് എടുക്കാൻ വേണ്ടി സിസേറിയൻ ആകണം എന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സെക്ഷൻ തന്നെ ചെയ്യാമെന്ന് ആദ്യമേ പറഞ്ഞു. ഇതിനു വേണ്ടി സി സെക്ഷൻ ചെയ്യാന്നോ? ഇങ്ങനെ ചെയ്ത് അതും കൂടി റിമൂവ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞത്. ഞങ്ങളോട് ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്ത് കളയാം എന്നിങ്ങനെ. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, പേര് ഞാൻ പറയുന്നില്ല. അത് നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്കൊരു പേടി. ഇത്രയും ഇപ്പൊ എനിക്ക് 7 മാസമായി. അപ്പൊ ഡോക്ടർ ചിലപ്പോൾ ഉദ്ദേശിച്ചത് സിസേറിയൻ ആണെങ്കിൽ ഞാൻ അതുകൂടെ എടുത്തു തരാമെന്നായിരിക്കാം, അല്ലാതെ ഇത് എടുക്കാൻ വേണ്ടി സിസേറിയൻ ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചു. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഇരുന്നോട്ടെ, ഇപ്പൊ നോർമൽ ആണെങ്കിൽ അത് ഓക്കെയാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്, IT ഫീൽഡിലാണ്. ഓക്കെ, അങ്ങനെ എടുക്കണം നിർബന്ധമില്ല, മനസ്സിലായില്ലേ? ഈ ഫൈബ്രോയിഡ് നമുക്ക് ശല്യം ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫൈബ്രോയിഡിനെ എടുക്കണം തന്നെ ഇല്ല. പക്ഷേ പിൽക്കാലത്ത് ഇത് വളരൂല എന്നൊന്നും പറയാൻ പറ്റില്ല. 35 വയസ്സല്ലേ ഉള്ളൂ. 45 വയസ്സ് വരെ ഇതിന് വളർച്ചയുണ്ടാവാം, ശല്യപ്പെടുത്താം. അത് നമുക്കങ്ങനെ പ്രെഡിക്റ്റബിൾ അല്ല. ഇതിനു വേണ്ടി സിസേറിയൻ ചെയ്യണമെന്ന് എന്തായാലും ഞാൻ പറയില്ല. അങ്ങനെയില്ല. അതാ ഞാൻ പറഞ്ഞു, ആ ചെയ്യുന്ന ഡോക്ടർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ബ്ലീഡിങ് വളരെ കൂടുതലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഇത് എടുക്കാൻ വേണ്ടി സിസേറിയൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു ഡോക്ടർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യാൻ എപ്പോഴാണ് സജസ്റ്റ് ചെയ്യുന്ന, ഏത് സാഹചര്യങ്ങളിൽ നിന്നാണ്? അതെ, യൂട്രസ് റിമൂവ് ചെയ്യാൻ അതാണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് 2 or 3 കുട്ടികളുണ്ട്, ഇനി നിങ്ങൾക്ക് കുട്ടി വേണ്ട, വളരെ ഹ്യൂജ് ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ വളരെ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡ്സ്, നിങ്ങൾ 40+ ആയി കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ യൂട്രസ് എടുക്കുന്നതിൽ തകരാറില്ല, എടുത്താൽ. കാരണം എന്താണെന്നറിയോ? ഫൈബ്രോയിഡ് മാത്രം എടുക്കുന്നു എന്ന് വിചാരിച്ചോളൂ, വീണ്ടും
ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ നല്ല ഉണ്ട്. എനി പേഴ്സൺ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 70-80% ആൾക്കാർക്ക് ഫൈബ്രോയിഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ട മുഴ മാത്രം എടുത്തതെന്ന് വെച്ചാൽ ഇനി ഒരു മുഴ ഉണ്ടായിക്കൂടുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഒരു മേജർ സർജറിയാണ് ഈ ഫൈബ്രോയിഡ് എടുക്കുന്നതും. യൂട്രസ് എടുക്കുന്നത് പോലെ തന്നെ ഒരു മേജർ സർജറിയാണ്. അപ്പോൾ വേണമെങ്കിൽ യൂട്രസ് എടുക്കുന്നതിൽ തകരാറില്ല. പിന്നെ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിലോ അതും എല്ലാം കുറച്ച് സർജറി ഡിഫിക്കൽട്ടായിരിക്കും, ബ്ലീഡിങ്ങും അങ്ങനെയൊക്കെ. അപ്പം മുഴകൾ മാത്രം എടുക്കുന്നത് യങ് ഗേൾസ്, ഇനിയും കുട്ടി വേണമെന്നുള്ളവർ, മനസ്സിലായില്ലേ, ലെസ് ദാൻ 40 അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ മുഴ മാത്രം എടുക്കുന്നത്. ഡോക്ടറെ, നമ്മൾ ഈ ഏജിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കുന്നത്, അതായത് ഏത് പ്രായം മുതലാണ് ഈ ഫൈബ്രോയിഡ് കോമൺലി കണ്ടുവരുന്നത്? ഏത് ഏജ് വരെ ഉള്ളവർക്ക് വരാം? 30 കഴിഞ്ഞിട്ടാണ് സാധാരണയായി ഫൈബ്രോയിഡ് കണ്ടുവരുന്നത്. പക്ഷേ റീസെൻ്റായിട്ട് നമ്മൾ 20കളിലും ഫൈബ്രോയിഡ് കാണാറുണ്ട്. ധാരാളം പെൺകുട്ടികൾ പ്രഗ്നൻസി വിത്ത് ഫൈബ്രോയിഡ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു 35-40 ഉള്ളവർക്കായിരുന്നു ഫൈബ്രോയിഡ് കാണുന്നത്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഏർലി മാരേജ്, പ്ലെൻറ്റി ഓഫ് പ്രഗ്നൻസീസ്. ഇപ്പോൾ അങ്ങനെയല്ല, ലേറ്റ് മാരേജ് അല്ല, 25 ഇയേഴ്സ് മുതൽ ഇപ്പോൾ ഫൈബ്രോയിഡ് കാണുന്നുണ്ട്, വലിയ വലിയ ഫൈബ്രോയിഡ്സ്. ഓക്കെ ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അടുത്തൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, കോളർ ഡ്രോപ്പായി പോയോ? ഹലോ, കോളർ ഡ്രോപ്പായി പോയിരിക്കുകയാണ്. ഡോക്ടർ, അപ്പോൾ നമുക്കൊരു ക്വിക്ക് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേരള കണക്റ്റിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈബ്രോയിഡും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു കേരള കണക്ട്. വൺസ് അഗൈൻ കേരള കണക്റ്റിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴകളും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ MS സിന്ധു ആണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ, നമുക്ക് കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ. ഓക്കെ, ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? സുഭാഷ് എന്നാണ്. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു എന്ന് പറയാമോ? ഞാൻ ട്രിവാൻഡ്രം തന്നെ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ, ഞാൻ വിളിച്ച ഡോക്ടർ ഒരു സംശയമാണ്. എൻ്റെ ഒരു റിലേഷനുള്ള ഒരു അമ്മയുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പം കുറച്ചു നാളായി യൂട്രസ് പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ 1-2 ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ ഒരു നെറ്റ് പോലെ ഒരു ഇപ്പോഴത് വീണ്ടും അത് പ്രശ്നം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പ്രതിവിധി സർജറി ആണോ? അതെ, ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ പെസറി നമ്മൾ പറയും. അതൊക്കെ ഒരു ടെമ്പററി യൂസേ ഉള്ളൂ. അത് നമുക്ക് കൂടുതൽ നാളത് ഇട്ടേക്കാൻ പറ്റത്തില്ല. അതവിടെ ഇരുന്ന് പ്രഷർ അതിൻ്റെ ഒരു അമങ്ങി അതിൻ്റെ മുമ്പിലും പുറകിലുമൊക്കെ വൈറ്റലായിട്ടുള്ള, കാരണം മോഷൻ പോകുന്ന കുടലിൻ്റെ അറ്റവും യൂറിൻ വരുന്ന ട്യൂബും ഒക്കെ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ ചിലപ്പോൾ പ്രായമായ അമ്മയല്ലേ, അപ്പോൾ അത് അമങ്ങി ചിലപ്പോൾ അവിടെ ഇങ്ങനെ വിണ്ട് പൊട്ടി ഇതെല്ലാം കൂടി ഈ ഒരുമിച്ചായി പോവും. യൂറിൻ ഈ വജാനയെ കൂടെയൊക്കെ വരാനൊക്കെ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ സർജറി തന്നെ ചെയ്യണം. അതാ, അത് നടക്കുമ്പോഴോ തട്ടിയൊക്കെ മുറിവുണ്ടാകാം. അല്ലാതെ അമ്മയുടെ ഒരു ഇൻകൺവീനിയൻസിൻ്റെ ഒരു പ്രോബ്ലമാണിത്. ഈ യൂട്രസ് താഴോട്ട് വരുമ്പോൾ നടക്കാനുള്ള പ്രയാസം, യൂറിൻ പോകാനുള്ള പ്രയാസം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സർജറി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ബ്രേക്കിന് മുമ്പ് സംസാരിച്ചത് ഏത് പ്രായമുള്ളവർക്ക് മുതലാണ് കാണുന്നത്, അപ്പം എത്ര പ്രായം വരെ വരാം എന്നുള്ളതാണ് അടുത്ത്. യഥാർത്ഥത്തിൽ ഫൈബ്രോയിഡ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ 30s കോമൺലി. അത് വളരെ ഗ്രാജുവലായിട്ട് വളർന്ന് ഒരു 45-48 വയസ്സ് കഴിഞ്ഞ്, അതായത് നമ്മളുടെ മെനപ്പോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരില്ല. കാരണം അതിൻ്റെ ആ വളം, ഈസ്ട്രജൻ, സ്ത്രൈണ ഹോർമോൺ ഇല്ലാതായില്ലേ. അതാണ് അതിനെ വളർത്താൻ സഹായിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ചുരുങ്ങിപ്പോകാനുള്ള സാധ്യത കുറച്ച് ചുരുങ്ങും. എന്ന് വെച്ചാൽ അത് ഡിസപ്പിയർ ചെയ്യത്തില്ല. ഒരിക്കലും ഇല്ല, ഡിസപ്പിയർ ചെയ്യത്തില്ല. അതൊരു ട്യൂമറല്ലേ. കുറച്ച് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ഒക്കെ ഒന്ന് കുറയുമ്പോൾ ഒന്ന് ചുരുങ്ങാം. യൂട്രസ് ചുരുങ്ങുന്ന പോലെ ഇതും ചുരുങ്ങും. അത്രമാത്രം. യൂട്രസ് ഡിസപ്പിയർ ചെയ്യില്ലല്ലോ മെനോപോസായെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പം ഈ ഏത് ഏജ് വരെയുള്ളവർക്കാണ് ഇത്? നമ്മളിങ്ങനെ ഒന്ന് ഇപ്പൊ സ്ത്രീകളാകുമ്പോൾ എപ്പോഴും ഹെൽത്തിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ, പ്രത്യേകിച്ച് അത് എത്ര വയസ്സ് വരെ ഇതൊന്ന് ശ്രദ്ധിക്കണം ഫൈബ്രോയിഡിന്റെ കാര്യം? ആക്ച്വലി സിംറ്റം ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണണം. വയറിൽ കട്ടി, ബ്ലീഡിങ്, പെയിൻ, അതുപോലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. അല്ല ഇൻസിഡൻ്റലായിട്ടൊരു, അതാണല്ലോ ഉദ്ദേശിച്ചത്, ഒരു സ്കാൻ എടുത്തപ്പോൾ ഒരു ഫൈബ്രോയിഡ് കണ്ടു, അത് നമുക്ക് അങ്ങനെ ഫോളോ അപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഒരു 3-4 ഇയേഴ്സിലൊരിക്കലോ മറ്റോ നോക്കിയാലും മതി, സിംറ്റം ഇല്ലെങ്കിൽ. ഓക്കെ ഡോക്ടർ, ഇനി അടുത്തതായിട്ട് അറിയേണ്ടത് ഈ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ ഇത്തരത്തിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ഉള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്? പ്രഗ്നൻസി പീരീഡിൽ യൂഷ്വലി നമ്മൾ ഈ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിട്ട് വരുമ്പോൾ സ്കാൻ എടുക്കുമ്പോൾ ഫൈബ്രോയിഡ് കാണാറുണ്ട്. പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആയല്ലോ, അപ്പോൾ ഇൻഫെർട്ടിലിറ്റി അത് കോസ് ചെയ്തില്ല. ഇനിയുള്ള പ്രശ്നം ഈ യൂട്രസിൻ്റെ മസിലിലാണെങ്കിൽ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ക്യാവിറ്റിക്കുള്ളിലാണെങ്കിൽ സബ്മ്യൂക്കസ് ആൻഡ് ഇൻട്രാമ്യൂറൽ, യൂട്രസിൻ്റെ സർഫസിലിരിക്കുന്നത് കുഴപ്പമില്ല. ഇത് രണ്ടുമാണ് നമുക്ക് പ്രഗ്നൻസിയിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. ഒന്ന്, അബോർഷൻ റിസ്ക് കൂട്ടും. 2, ബ്ലീഡിങ്, വെറുതെ ബ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 3, അവരുടെ ഡ്യൂറിങ് പ്രഗ്നൻസി ഇത് കുറച്ച് വളരുമ്പോൾ തന്നെ കുറച്ച് വയറിൻ്റെ സൈസ് കൂടും. സാധാരണ പ്രഗ്നൻസിക്കാൾ സൈസ് കൂടുതലായിരിക്കും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിൻ ഉണ്ടാവാം. അതിനൊരു പ്രത്യേക ഒരു ടെർമിനോളജി ഉണ്ട്, നമ്മൾ റെഡ് ഡീജനറേഷൻ എന്ന് പറയും. ആ പ്രഗ്നൻസിയിൽ വരുന്ന ഒരു വാസ്കുലർ ചേഞ്ചസ്, അതിൻ്റെ രക്തക്കുഴലുകളുടെ ചേഞ്ചസ് ആണ് അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ പേഷ്യൻ്റ് ഭയങ്കര പെയിൻ ആയിരിക്കും. ആ പെയിനിന് നമുക്ക് പ്രത്യേക ചികിത്സയൊന്നും കൊടുക്കാനും പറ്റില്ല, കുഞ്ഞിരിക്കുകയല്ലേ ഉള്ളിൽ. അപ്പോൾ നമുക്ക് കുറച്ച് പെയിൻ കില്ലർ എന്ന് വെച്ചാൽ നമ്മുടെ പാരസെറ്റമോൾ, കുറച്ച് ഡ്രിപ്പ്, റെസ്റ്റ്, ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും പ്രഗ്നൻസി വലിയ കുഴപ്പമില്ലാതെ പോകും. പിന്നെ വലിയ ഫൈബ്രോയിഡ്സ് യൂട്രസിൻ്റെ ഉള്ളിലോട്ട് തള്ളിയിരിക്കുന്നതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്ലാസൻ്റ അഥവാ മറുപിള്ള, ആ പ്ലാസൻ്റ ചിലപ്പോൾ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന സ്ഥലത്താണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ഈ പ്ലാസൻ്റ വിട്ടു പോകാനൊരു സാധ്യതയുണ്ട്. കുറച്ച് റിസ്ക്കിയാണ്, മനസ്സിലായില്ലേ? പക്ഷെ എല്ലാവർക്കും റിസ്ക് ഉണ്ടാവണമെന്നില്ല, പക്ഷേ എന്നാൽ റിസ്ക് ഉണ്ട് താൻ. പിന്നെ അത് തന്നെ പ്രഗ്നൻസി ടൈമിൽ ബ്ലീഡിങ്ങിന് പോസിബിലിറ്റി, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്ങിനും ചാൻസ് കൂടുതലാണ്. കാരണം യൂട്രസ് ചുരുങ്ങി വേണമല്ലോ ഇത് ബ്ലീഡിങ്. നമ്മുടെ നോർമലി ഒരു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് യൂട്രസ് ചുരുങ്ങി വേണം പ്ലാസൻ്റ പുറന്തള്ളാനും, യൂട്രസ് ചുരുങ്ങി വേണം ബ്ലീഡിങ് നിർത്താനും. ആ ചുരുങ്ങാനുള്ള കഴിവ് ഈ ഫൈബ്രോയിഡ്സ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ യൂട്രസിന് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്ങും ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. കാരണം യൂട്രസിൻ്റെ ഉൾഭാഗവും നമ്മുടെ പുറമേ ആയിട്ട് കണക്റ്റഡ് ആണല്ലോ വിജാന. അപ്പോൾ അവിടെ കൂടെ ഇൻഫെക്ഷൻ കയറാനൊരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഒരു പെഡങ്കുലേറ്റഡ് ഫൈബ്രോയിഡ് എന്ന് പറയും. കാരണം ആ ഫൈബ്രോയിഡിനൊരു ഞെട്ട്, പേലഞ്ഞെട്ടൊക്കെ ഉള്ള പോലെ തന്നെ ഞെട്ടുള്ള ഫൈബ്രോയിഡ്സ് ഉണ്ട്. അത് യൂട്രസിൻ്റെ പുറമേ ആയിരിക്കും യൂഷ്വലി ഇരിക്കുക. ആ ഫൈബ്രോയിഡ് അത് കിടന്ന് ട്വിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു ഫ്രീ ആയിട്ട് കിടക്കുന്ന ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് നമ്മുടെ മൊബിലിറ്റി മൂവ്മെൻ്റ് അനുസരിച്ച് അത് ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്യും. അത് വളരെ പെയിൻ ഉണ്ടാക്കും. ചിലർക്ക് അങ്ങനെയും ഉണ്ട്. അപ്പോൾ റെസ്റ്റൊക്കെ കൊടുത്ത് ഇരുത്തേണ്ടി വരും. അപ്പോൾ ഫൈബ്രോയിഡ് കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ അബോർഷൻ ചെയ്യാൻ പറയുകയോ പോയി അബോർഷൻ ചെയ്തിട്ട് നമുക്ക് ഫൈബ്രോയിഡ് എടുത്തിട്ട് പ്രഗ്നൻ്റ് ആകാം എന്നൊന്നും പറയില്ല. വിത്ത് ഫൈബ്രോയിഡ് യു ക്യാൻ കണ്ടിന്യൂ ദ പ്രഗ്നൻസി എന്നേ നമ്മൾ പറയുള്ളൂ. അങ്ങനെയാണ് പറയാറ്. യൂഷ്വലി ഒരു 95% ആൾക്കാരും കുഴപ്പമില്ലാതെ പോയി നോർമൽ ഡെലിവറി ആകാം. സിസേറിയന് ഇതുകൊണ്ട് സിസേറിയൻ ചെയ്യണമെന്ന് ഞങ്ങൾ പറയാറില്ല. കാരണം ബ്ലീഡിങ്ങിനൊക്കെ ചാൻസ് കൂടുതലല്ലേ. നോർമൽ ഡെലിവറിക്ക് ഒരു 250 ml ആണ് ബ്ലഡ് ലോസ് എങ്കിൽ സിസേറിയന് 500 ml ആണ്. അപ്പോൾ ഫൈബ്രോയിഡ് ഉള്ള ഒരു സിസേറിയൻ ആകുമ്പോൾ അതിലും കൂടുതലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി പ്രസവിച്ച് യൂട്രസ് ചുരുങ്ങാൻ വിടുകയാണ് യൂഷ്വലി ചെയ്യുക. അതാണ് നമ്മുടെ പ്രീവിയസ് കോളറോട് പറഞ്ഞ ഉത്തരത്തിൻ്റെ. ഡോക്ടർ, ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഈ പറഞ്ഞ പോലെ സ്കാൻ ചെയ്യുമ്പോൾ ചെറിയ ഫൈബ്രോയിഡ് കാണുന്നു, പക്ഷെ അതിപ്പോൾ പേഷ്യൻറ്റിനോട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പോലും ഇല്ലാന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെന്താ കാര്യം? അതൊക്കെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടാക്കും ഞങ്ങൾക്ക്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ചെയ്യണം. കാരണം പേഷ്യൻ്റ് 100% 9 മാസം നമ്മളുടെ അടുത്ത് കണ്ടിന്യൂ ചെയ്യുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ല. പേഷ്യൻ്റ് വേറെ ഡോക്ടറെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അവർ പറയും, അയ്യോ ഫൈബ്രോയിഡ് ഉണ്ടല്ലോ, അയ്യോ മറ്റേ ഡോക്ടർ കണ്ടില്ലേ, പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ ഡോക്ടർ, അപ്പോൾ അത് വലിയ സിഗ്നിഫിക്കൻ്റ് അല്ലാത്തൊരു, അത് ഞങ്ങൾ പറഞ്ഞ് കൗൺസിൽ ചെയ്യും. മോളെ ഫൈബ്രോയിഡ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഇതിങ്ങനെ പൊക്കോളും, പേടിക്കേണ്ട, ചെറിയ പെയിനൊക്കെ ഉണ്ടാവാം, അങ്ങനെ പറയും. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അസിംറ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫൈബ്രോയിഡ് ആണ് എങ്കിൽ അത് പിന്നെ ടോട്ടലി അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുകയാണെങ്കിൽ ഭാവിയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ഉണ്ടാക്കാം. ഫൈബ്രോയിഡ് വളർന്നുകൊണ്ടേയിരിക്കില്ലേ, പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
വളരെ ഹ്യൂജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അതെ 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 ഡോക്ടർ, ഇനി ഈ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ ഡോക്ടർ. അപ്പം അത് എങ്ങനെയാണ് ഈ ഫൈബ്രോയിഡ് ഈ ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വില്ലനായിട്ട് മാറുന്നത്? എവിടെയൊക്കെയാണ് ഈ ഫൈബ്രോയിഡ് ഗ്രോത്ത് വരുമ്പോൾ ഈ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്നതെന്നൊന്ന് പറയാം. എല്ലാ ഫൈബ്രോയിഡ്സും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കത്തില്ല. ഫൈബ്രോയിഡ് കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകാൻ പറയേണ്ട കാര്യമില്ല. യൂട്രസിൻ്റെ ഉൾഭാഗത്ത്, അതായത് സബ് മ്യൂക്കസ്, ആ ഫൈബ്രോയിഡ് ആണെങ്കിൽ റിമൂവ് ചെയ്യണം. അതിന് വയറ് തുറക്കണ്ടല്ലോ. നമുക്ക് ഹിസ്ട്രോസ്കോപ്പിക് പ്രൊസീജിയർ ഉണ്ട്. യൂട്രസിൻ്റെ ഉൾഭാഗത്ത് ചെറിയ ട്യൂബ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇട്ടിട്ട് ക്യാമറ ഇട്ട് നമുക്കതിനെ പതുക്കെ പതുക്കെ സ്ക്രേപ്പ് ചെയ്ത് മുറിച്ച് എടുക്കാൻ പറ്റും, ഹിസ്ട്രോസ്കോപ്പി. പിന്നെ ഈ ട്യൂബ് അടയത്തക്ക രീതിയിലുള്ള ലൊക്കേഷൻ, ട്യൂബ് ഇരിക്കുന്ന ആ ഭാഗത്ത് ട്യൂബൽ ബ്ലോക്ക് ഉണ്ടാകുന്ന തരം ഫൈബ്രോയിഡ്സ് ആണെങ്കിലും ലാപ്രോസ്കോപ്പിക്. സാധാരണക്കാരുടെ ഭാഷയിൽ പറയാം. അതാണ് ഫൈബ്രോയിഡ് സർജറിയെ പറ്റി പറയുമ്പോൾ 2 തരവും ആവാം. കീ ഹോൾ സർജറി ഉണ്ട്, ഓപ്പൺ സർജറി ഉണ്ട്. ഇപ്പോൾ എല്ലാം കീ ഹോളാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം പേഷ്യൻറ്റിൻ്റെ കൺവീനിയൻസ്, പെയിൻ വളരെ കുറവ്, ശരീരത്തിലെ മുറിവ് വളരെ കുറവ്, ബ്ലീഡിങ് വളരെ കുറവ്. ഇപ്പോൾ നമുക്ക് റോബോട്ടിക് സർജറി ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പ്രിസിഷൻ ഉണ്ട്. അത് വളരെ വലിയ അഡ്വാൻസ്മെൻ്റ് ആണ്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഈ ഉള്ളിൽ ഈ കുടലും ബണ്ടുമൊക്കെ ചെന്ന് ഒട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് കീ ഹോൾ സർജറിക്ക്. ഓക്കെ ഡോക്ടർ, ഈ ഇപ്പോൾ റോബോട്ടിക് സർജറിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം നമ്മുടെ ഇവിടെ ഈ സ്ത്രീകളുടെ ഇടയിൽ ഈ ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങൾക്ക് റോബോട്ടിക് സർജറി എത്രത്തോളം ചെയ്യുന്നുണ്ട്? കോമൺ ആയിട്ടുണ്ടോ ഇപ്പോൾ? റോബോട്ടിക് സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. പക്ഷേ വളരെ കോമൺ ആയിട്ടില്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം റോബോട്ട് നല്ല എക്സ്പെൻസീവ്, വളരെ വിലയുള്ള ഒരു യന്ത്രമല്ലേ. അത് ഉപയോഗിച്ച് ചെയ്യുന്ന സർജറിയും കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ പ്രിസിഷൻ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് ചെയ്യാം. ബ്ലഡ് ലോസ് കുറവാണ്. ഓക്കെ ഡോക്ടർ, ഇനി സാധാരണ ആൾക്കാർക്കുള്ള ഒരു സംശയം, ഇപ്പം ഈ സിസ്റ്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്. ഫൈബ്രോയിഡും കോമൺ ആണ്. അപ്പോൾ ഈ സിസ്റ്റും ഫൈബ്രോയിഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പലരും അമ്മയ്ക്ക് സർജറി ചെയ്തിട്ടുണ്ട്, ഉണ്ട് യൂട്രസിൽ സിസ്റ്റ് ആയിരുന്നു എന്നാണ് ഈ മക്കൾ പറയുന്നത്. പക്ഷേ ആക്ച്വലി യൂട്രസിൽ സിസ്റ്റുകൾ വരാറില്ല. യൂട്രസിലെ മുഴകൾ ഫൈബ്രോയിഡ്സ് ആണ്. സിസ്റ്റ് വരുന്ന ഓവറിയിലാണ്. ഓവറിയോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലോ. മനസ്സിലായില്ലേ? അത് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നീര് കെട്ടി നിൽക്കുന്ന ഒരു സഞ്ചി. അതാണ് സിസ്റ്റിന്റെ അർത്ഥം. ഫൈബ്രോയിഡ് ആണെങ്കിൽ കട്ടിയാണ്, മസിലാണ്. ഓക്കെ ഡോക്ടർ, ഈ സിസ്റ്റ് ഈ പറഞ്ഞ പോലെ ഓവറി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്രസ്, ഈ ഭാഗങ്ങളിലൊക്കെ സിസ്റ്റ് വരാറില്ല, റെയറാണ്. യൂട്രസിലെ സിസ്റ്റ് ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല എന്ന് പറയാം. അങ്ങനെ സിസ്റ്റ് ഇല്ല യൂട്രസിലില്ല. പക്ഷെ ഓവറിയിലാണ് സിസ്റ്റ് വരുന്നത്. ഡോക്ടർ, ഈ ചില കേസസ് ഇപ്പോൾ ഫൈബ്രോയിഡ് വന്നിട്ട് ഓവറി കൂടി റിമൂവ് ചെയ്ത് കളയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എപ്പോഴാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നത്? ഈ ഫൈബ്രോയിഡിൻ്റെ സർജറിയിൽ ഓവറി റിമൂവ് ചെയ്യുന്നത് എപ്പോഴും അഡ്വാൻസ്ഡ് ഏജ്, ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ 48 വയസ്സ് കഴിഞ്ഞ ഒരാൾ മെനോപോസായി, അപ്പോൾ യൂട്രസ് എടുക്കുന്നു. ഇനിയിപ്പോൾ ഓവറിക്ക് വലിയ റോളില്ല. അപ്പോൾ ഇനിയൊരു പൊട്ടൻഷ്യലായിട്ടൊരു അസുഖം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അവയവമാണ് ഓവറി. ക്യാൻസറൊക്കെ വരാം അഡ്വാൻസ് സ്റ്റേജിൽ, 60s 70s ക്യാൻസർ വരാൻ സാധ്യതയുള്ളൊരു അവയവമായതുകൊണ്ടും ഇനി അതിന് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തത് കൊണ്ടും യൂഷ്വലി ഡോക്ടേഴ്സ് ചോദിക്കും ഓവറി എടുക്കണോ വേണ്ടേ. ഓപ്ഷണലാണ്. പേഷ്യൻ്റ് പറയും വേണ്ട, എൻ്റെ ഓവറി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കില്ല. ഇല്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് എടുത്താൽ ഗുണം. അപ്പോൾ പറയും ഇപ്പോൾ ഓവറിയുടെ ഫങ്ഷൻ കുറഞ്ഞു അല്ലെങ്കിൽ നിന്നു, ഇനി ആ ഓവറി ഇരുന്നുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ അതിനകത്ത് അസുഖങ്ങൾ വന്നാലോ, അപ്പോൾ ആവശ്യമില്ലാത്തൊരു ഓർഗനല്ലേ, വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. എന്തായാലും ഒരു സർജറി അകത്ത് ചെയ്യുന്നു, വയറ്റിനകത്ത്. ഇനി അതിലൊരു അസുഖം വന്നാൽ വീണ്ടും നമ്മൾ ഒരു സർജറി, അതൊരു ഡിഫിക്കൽട്ട് സർജറി ആയിരിക്കും. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളവർക്ക് എടുക്കും. അല്ലെങ്കിൽ യൂട്രസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ് അല്ല, ക്യാൻസർ ആണെന്ന് വെച്ചോളൂ. ഈ ഫൈബ്രോയിഡ് പോലെ തന്നെ ക്യാൻസറസ് ഒരു ട്യൂമർ യൂട്രസിൽ വരും. ഫൈബ്രോയിഡ് നോൺ ക്യാൻസറസ് ആണ്, പക്ഷെ ക്യാൻസറസ് ആയിട്ടുള്ള മസിൽ ട്യൂമർ ഉണ്ട്, സാർക്കോമ എന്ന് പറയും, ലിയോമയോസാർക്കോമ. ആ അസുഖത്തിന് എന്തായാലും ഓവറി എടുക്കണം. ക്യാൻസറസ് ഗ്രോത്ത്സ്. ഓക്കെ ഡോക്ടർ, ഈ സാർക്കോമയുടെ കേസ് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം ഈ ഫൈബ്രോയിഡിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ സാർക്കോമ ആണെങ്കിൽ അതെന്തായിരിക്കും? സാർക്കോമ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഇത് ഗ്രോ ചെയ്യും.
യൂട്രസിലൊരു മുഴയുണ്ടെന്ന് വെച്ചോ, അത് നമുക്ക് ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഫൈബ്രോയിഡ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഫാസ്റ്റായിട്ട് അത് വളർന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ അത് ഇരട്ടിയായി എന്ന് വെച്ചോളൂ. അത് ഒരു ലക്ഷണമാണ്. പിന്നെ തൊടുമ്പ വേദന. ഫൈബ്രോയിഡ്സ് യൂഷ്വലി തൊടുമ്പ വേദനയില്ല, പക്ഷേ ചില ഫൈബ്രോയിഡ്സ് ഡീജനറേഷൻ, ഇൻഫെക്ഷൻ, ടോഷനൊക്കെ ഉള്ളപ്പോൾ വേദന വരാം. പക്ഷേ ഈ ക്യാൻസറസ് ഈ ലിയോമയോസാർക്കോമ തൊടുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. പിന്നെ അവർക്ക് ഇതുപോലെ തന്നെ ഹെവി എബ്നോർമൽ ബ്ലീഡ്, പ്രൊലോങ് ബ്ലീഡിങ് ആയിരിക്കും. ഇത് പിന്നെ പേഷ്യൻറ്റിന് വളരെ അനീമിയ, ബ്ലഡ് HB വളരെ കുറവായിരിക്കും. പിന്നെ യൂഷ്വലി അത് അഡ്വാൻസ് സ്റ്റേജിലാണ് വരുന്നത്. ഒരു മെനോപോസൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ആയിരിക്കും ഈ ലിയോമയോസാർക്കോമ വരുന്നത്. യങ് ഏജിൽ സാർക്കോമ കുറവാണ്. വേറൊരു ടൈപ്പ് ഉണ്ട്, സെല്ലുലാർ ലിയോമയോമ എന്ന് പറയും. അതും വളരെ ഹ്യൂജ് ഫൈബ്രോയിഡ്സ് ആവാം. അത് പക്ഷേ ക്യാൻസർ ആയിട്ടില്ല, എന്നാൽ നോർമൽ ഫൈബ്രോയിഡ് പോലെയും അല്ല, കുറച്ച് ആ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടിയ ഫൈബ്രോയിഡ്സ് ആണ്. പക്ഷേ ആ റിമൂവൽ മതി. യൂട്രസ് റിമൂവ് ചെയ്താൽ പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അത് ബയോപ്സിയിലാണ് ശരിക്കും അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ പറഞ്ഞ പോലെ ഓവറിയും നമ്മൾ 2 ഓവറിയും റിമൂവ് സെല്ലുലാർ ലിയോമയോമ എന്ന് പറയുന്ന ഒരു ബയോപ്സി ഡയഗ്നോസിസ് ആണ്. അത് നേരത്തെ ഉണ്ടെന്ന് വെച്ച് നമുക്ക് ഓവറി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ് സിവിയർ ആണ്, യൂട്രസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് വേണമെങ്കിൽ ഓവറി എടുക്കാം. അത് നമ്മളുടെ പ്രായം അഡ്വാൻസ് സ്റ്റേജിലൊക്കെ എടുക്കും, എന്തായാലും എടുക്കും. ഓക്കെ ഡോക്ടർ, ഇനി എനിക്ക് അറിയേണ്ടത്, നമ്മളിപ്പം ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നു, സർജറി ചെയ്യുന്നതിനെ കുറിച്ച്, റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഇപ്പം എന്തൊക്കെ സ്റ്റേജസ് ആണ് ട്രീറ്റ്മെൻറ്റിൽ? ആദ്യം മെഡിസിനിലാണ് തുടങ്ങുന്നത് അറിയാം. ഇപ്പോൾ ഈ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് സർജറി എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്? അപ്പോൾ നമ്മളൊരു ആവറേജ് ഒരു 5 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ്, കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്, കുറച്ച് പെയിൻ ഉണ്ട്. നമ്മൾ ഇനീഷ്യലി പെയിൻ കില്ലറും ബ്ലീഡിങ് കുറയ്ക്കാനുള്ള മരുന്നും കൊടുക്കും. ഇപ്പോൾ പീരീഡിൻ്റെ ആ ഒരു 4-5 ദിവസത്തെ ആ പ്രോബ്ലം ഉള്ള ടൈമിൽ ഇത് കഴിച്ചോളൂ എന്ന് പറയും. അനീമിയ കറക്റ്റ് ചെയ്യാനായിട്ട് അയൺ ടാബ്ലറ്റ് കൊടുക്കും. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറയും. അതുകൊണ്ടൊക്കെ തന്നെ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും നല്ല റിലീഫ് കിട്ടും. പിന്നെ വേണമെങ്കിൽ ആനുവലി ഒന്ന് സ്കാൻ എടുത്തോളൂ, സൈസ് വളരെ കൂടുന്നുണ്ടോ നോക്കാം. അതാണൊരു കാര്യം. 2, പ്രഗ്നൻസി വേണം എന്നാൽ കുറച്ച് ഫൈബ്രോയിഡ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ സൈസ് ടെമ്പററിലി ചുരുങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ന്യൂവർ മെഡിസിൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു GnRH അൻറ്റാഗണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂവർ മെഡിസിനാണ്. അത് എഫക്റ്റീവാണ്. 3 to 6 months 2 years വരെ കഴിക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. കൊടുക്കാം. അപ്പോൾ കുറച്ച് സൈസ് ചുരുങ്ങും, സിംറ്റം വളരെ കുറയും. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ കോസ് അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്ത് പ്രഗ്നൻ്റ് ആവാം. ഇനി ഭയങ്കര ബ്ലീഡിംഗ് ആണ്, അനീമിയ ഉണ്ട്, പക്ഷേ ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാം. അവരുടെ ബ്ലീഡിങ് കുറയും, അവരുടെ അനീമിയ കറക്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. അങ്ങനെ ഒരു ടെമ്പററി ഫേസ് നമുക്ക് സമാധാനിപ്പിക്കാം. ഓക്കെ, ഇത് കഴിക്കൂ, 6 months കഴിഞ്ഞ് നമുക്ക് സർജറി ചെയ്യാം എന്ന് വെച്ച് സർജറി ചെയ്യണ്ടെന്നല്ല. സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്, പക്ഷെ എല്ലാവർക്കും വേണ്ട. ആവശ്യമുള്ളവർക്ക് സർജറി തന്നെയാണ് അതിൻ്റെ ചികിത്സ. മെനോപോസ് കഴിഞ്ഞാൽ അത് ചുരുങ്ങുമെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കുറച്ച് ഡിസപ്പിയർ ചെയ്യില്ല, ചുരുങ്ങും. മെനോപോസ് കഴിയുമ്പോഴത്തേക്ക് സിംറ്റം പോവും, സൈസ് ചുരുങ്ങുകയും ചെയ്യും. പക്ഷെ ചിലർക്കത് പിന്നെയും ഈ സൈസ് വളരെ വലിയ സൈസാണെങ്കിൽ ശല്യം ഉണ്ടാക്കും. യൂറിൻ പോകാനുള്ള പ്രയാസം വരും, കോൺസ്റ്റിപ്പേഷൻ, മോഷൻ പോകാൻ പ്രയാസം വരും, വയറിൽ ഹെവിനെസ്, ബാക്ക് പെയിൻ, അതൊന്നും മാറണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പം മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ നിർബന്ധമായിട്ടും ഫൈബ്രോയിഡ് നീക്കം ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വളരെ കൂടുതലാണോ? വളരെ കൂടുതലല്ല. ഞാൻ പറഞ്ഞല്ലോ, മെനോപോസ് കഴിഞ്ഞവർക്കും നമ്മൾ ഹ്യൂജ് ഫൈബ്രോയിഡ്സ് റിമൂവ് ചെയ്യണം. പിന്നെ യൂട്രസിനുള്ളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഫൈബ്രോയിഡ് പോളിപ്പ് എന്ന് പറഞ്ഞ് താഴെ വരും, പ്രൊലാപ്സ് പോലെ ഇനി വെളിയിൽ വരും. അതൊക്കെ മെനോപോസ് കഴിഞ്ഞവരാണെങ്കിലും റിമൂവ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോയിങ്, നമുക്ക് അറിഞ്ഞൂടാ അത് സാർക്കോമയാണോ വെറും ഫൈബ്രോയിഡ് ആണോ, അത് റിമൂവ് ചെയ്യേണ്ടി, അത് അവർ ചെയ്യേണ്ടി വരും.
ഓക്കെ ഡോക്ടർ, ഈ നമ്മൾ ഫൈബ്രോയിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ PCOD എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സിസ്റ്റാണ്, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലേ? അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ പെൺകുട്ടികളിൽ എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഫൈബ്രോയിഡ് 80 സ്ത്രീകളിൽ കാണുന്നു എന്ന് പറഞ്ഞതുപോലെ 100-ൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് അത്രയും തന്നെ പെൺകുട്ടികളിൽ PCOD വളരെ കോമൺ ആണല്ലോ. അപ്പോൾ ഈ PCOD കണ്ടീഷൻ ഉള്ള പെൺകുട്ടികൾക്ക് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ്സ് വരാനുള്ള സാധ്യത എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഒബ്സർവേഷൻ വല്ലതും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ഹൈപ്പർ ഈസ്ട്രജനിസം എന്ന് പറയും. രണ്ടിലും ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലാണ്. അപ്പോൾ PCOD ഉള്ള കുട്ടികൾക്ക് ഈസ്ട്രജൻ കൂടുതലായതുകൊണ്ട് തന്നെ ഫൈബ്രോയിഡിന് പോസിബിലിറ്റി കൂടുതലാണ് PCOD ഇല്ലാത്തവരെക്കാൾ. എന്ന് വെച്ചാൽ അത് വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാത്തവർക്കും ഫൈബ്രോയിഡ് ഇസ് വെരി കോമൺ ആണ്. അതെ അതെ, ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറയാം, അത്രേ ഉള്ളൂ. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ ഫൈബ്രോയിഡും സിസ്റ്റുമായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സിസ്റ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സിസ്റ്റ് യൂഷ്വലി ഓവറിയിലോ അല്ലെങ്കിൽ പാരാ ഓവേറിയൻ എന്നൊക്കെ ഞങ്ങൾ പറയും. അങ്ങനെയുള്ള സ്ഥലത്ത് നീര് കെട്ടി നിൽക്കുന്നത് അത് പലതരമുണ്ട് സിസ്റ്റുകൾ. എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഉണ്ട്, വെറും സിമ്പിൾ സിസ്റ്റ് ഉണ്ട്, ക്യാൻസറസ് സിസ്റ്റുകളുണ്ട്. പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ PCOD ഇസ് ഡിഫറെൻറ്റ്. അതിനകത്ത് സിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു 1 to 2 അല്ലെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ്, 1 to 2 സെൻറ്റിമീറ്റർ ഇല്ല, 8 mm അങ്ങനെ മില്ലിമീറ്റേഴ്സ് സൈസുള്ള മൾട്ടിപ്പിൾ സിസ്റ്റാണ് PCOD. അല്ലാതെ ഒരു വലിയ സിസ്റ്റ് അല്ല. അയ്യോ എനിക്ക് സിസ്റ്റ് ഉണ്ട് അങ്ങനല്ല. ഈ നമ്മളെ കടന്നൽ കൂടില്ലേ, അതുപോലെ ഗിരിഗിരാന്നിരിക്കും. ഓവറിയുടെ സൈസും കുറച്ച് കൂടും. അതിങ്ങനെ ഫ്ലൂയിഡ് വെള്ളം നിറഞ്ഞ് കുഞ്ഞു ചൗവരി ഇരിക്കും, അതുപോലെ ഇരിക്കും. അതാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അങ്ങനെയുള്ളവർക്ക് ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലുമായിരിക്കും. അതാണ്, അല്ലാതെ ഒരു വലിയ സിസ്റ്റ് അല്ല. ഓക്കെ ഡോക്ടർ, ഈ അടിസ്ഥാനപരമായി ഇപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹോർമോണിൽ വരുന്ന വേരിയേഷൻസ് ഭയങ്കരമായി നമ്മുടെ ലൈഫിൽ ഇപ്പം ഫൈബ്രോയിഡ്സ് ആയാലും അല്ലെങ്കിൽ PCOD പോലെ കണ്ടീഷൻ ആയാലും ഈവൻ സിസ്റ്റിനെ പോലും ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഹെൽത്തി ഗേൾ അല്ലെങ്കിൽ ഒരു ഹെൽത്തി വുമൺ എങ്ങനെയാണ് ആ ഒരു ഹോർമോൺ ലെവൽ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിതത്തിന് സാധ്യമാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് ഇന്നത്തെ യങ് ജനറേഷനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന അളവിലുള്ള ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കുക, ശാരീരികമായിട്ട് ആക്റ്റീവായിട്ടിരിക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം, സൈക്കിൾ ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്നിടത്തെല്ലാം നടന്നു പോവാം. കാറ് അല്ലെങ്കിൽ സൈക്കിൾ അല്ലെങ്കിൽ നടക്കുന്നത് മോശമല്ല എന്നുള്ളതാണ്. തീർച്ചയായും മോശമല്ല. അത് നടക്കാൻ വേണ്ടി നടക്കണ്ട. നിങ്ങൾക്കൊരു സ്കൂളിൽ പോകണം, ഒരു 2 കിലോമീറ്റർ ഉള്ളെങ്കിൽ നിങ്ങൾ നടക്കണം. അതെ. പിന്നെ ഒരു കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകണം, നടന്നു പോവാം. അങ്ങനെ നടക്കാൻ വേണ്ടി, അല്ലാതെ ഒരു എക്സസൈസിന് വേണ്ടി നടക്കണ്ട. ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്റ്റെയർ കേസ് കയറുക, ഒരു 20 മിനിറ്റ് പ്രാവശ്യം ഡെയിലി സ്റ്റെയർ കേസ് കയറി ഇറങ്ങും. എന്നിട്ട് ഫുഡിൻ്റെ അളവ് കുറയ്ക്കുക, ഫ്രീക്വൻസി കുറയ്ക്കുക. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കരുത്, ഒരു ഗ്യാപ്പ് കൊടുക്കണം. നമ്മുടെ ശരീരത്തിൽ ചെന്ന് ആ ഫുഡ് എന്താ പറയുക, ബ്ലഡിൽ ചെന്ന് അതിനെ യൂട്ടിലൈസ് ചെയ്യാനൊരു ടൈം കൊടുക്കണം. പുറകെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ ആ ക്രേവിങ് കൂടുകയും ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കണ്ടൻറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഹെൽത്തി ഒരു ബോഡി ഇല്ലെങ്കിൽ പല അസുഖങ്ങളും വരും, ട്രീറ്റ് ചെയ്യാനും പ്രയാസമാണ്. ഡോക്ടർ, ഈ മെഡിസിൻസിനെ കുറിച്ച് ഇപ്പം ആദ്യം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മെഡിസിൻസ് കൊടുക്കും എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വെദർ ടു ടേക്ക് ദിസ് മെഡിസിൻ ഓർ നോട്ട് എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ എപ്പോഴും സാധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഈ ഒരു കൊടുക്കുന്ന മരുന്നുകൾ, അത് എങ്ങനെയാണ് അത് കഴിക്കേണ്ടത്, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് രണ്ടിനെയും? ഈ സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്സ് എന്ന് വെച്ചാൽ ഹെവി ബ്ലീഡിങ്, പെയിൻ, അതൊക്കെയാണല്ലോ കോമൺ സിംറ്റംസ്. അങ്ങനെയുള്ളവർക്ക് ആ സൈക്ലിക്കലായിട്ട് നമ്മൾ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത, സൈഡ് ഇഫക്ട്സ് ഒന്നും അധികം ഇല്ലാത്ത മരുന്നുകളാണ് കൊടുക്കാറ്. അതിൽ കൺട്രോൾഡ് ആവുകയാണെങ്കിൽ ഓക്കെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ്ങിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒരു മിറേന എന്ന് പറയുന്ന ഒരു പ്രൊജസ്ട്രോണിൻ്റെ ഒരു
യൂട്രസിനകത്തിടാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ചില ഫൈബ്രോയിഡ്സ് വളരെ ഹ്യൂജ് അല്ല, ചെറിയ ചെറിയ ഫൈബ്രോയിഡ്സ് ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു. ഒരു 35-36 ഇയേഴ്സ് ഓൾഡ് അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പോൾ ഈ ഹിസ്റ്ററക്ടമി പറയേണ്ട ഈ ഒരു ഡിവൈസ് ഇട്ട് വെച്ചാൽ ചിലർക്ക് വർക്ക് ചെയ്യും. കാരണം ഈസ്ട്രജൻ കൂടുതലാണല്ലോ ഇത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ആ പ്രൊജസ്ട്രോണും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബ്ലീഡിങ് കൺട്രോൾ കിട്ടാറുണ്ട്. അതിനായി ഇൻട്രായുട്രൈൻ സിസ്റ്റമാണത്. യൂട്രസിനകത്ത് നമ്മൾ കോപ്പർ ടീ ഒക്കെ കേട്ടില്ലേ, അതുപോലെ ഹോർമോൺ കണ്ടെയ്നിങ് ഡിവൈസാണ്. അതിട്ട് വയ്ക്കാം. അതൊരു മോഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ഉള്ളത് ഫൈബ്രോയിഡിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റുന്ന പല പല കെമിക്കൽസ് ഉണ്ട്. പക്ഷേ ലോങ് ടേം ബെനിഫിറ്റ്സ് അതിനുണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. ലോങ് ടേം ആയിട്ട് അതെടുക്കാൻ പറ്റില്ല. ചില മരുന്നുകൾ ലിവർ ഫങ്ഷൻ അബ്നോർമലാക്കും. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന ഒരു GnRH ആൻറ്റാഗണിസ്റ്റ് എന്ന് പറയാം. അത് ഒരു 3 to 6 months ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ലെവൽ കുറയ്ക്കും. ആകെയുള്ള ഈസ്ട്രജനോട് കുറച്ച് കളയും. അപ്പോൾ നമുക്ക് ഈ ഈസ്ട്രജൻ കുറഞ്ഞതിൻ്റെ കുറച്ച് സിംറ്റംസും വരാം. നമ്മുടെ ബോൺ ഹെൽത്തിനെ ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യാം. ഒരു 6 months സ്റ്റഡിയിലൊന്നും അത്ര ബോൺ ഹെൽത്ത് അഫക്റ്റഡ് ആവില്ല. എന്നാലും നമുക്ക് ഈസ്ട്രജനൊക്കെ ആവശ്യമുണ്ട് ശരീരത്തിന്. ഈസ്ട്രജനെ വളരെ അങ്ങ് കുറയ്ക്കുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലല്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഫൈനലി നമ്മൾ സർജറി തന്നെ ചെന്നെത്തുന്നത്. ഓക്കെ ഡോക്ടർ, ഈ സാധാരണഗതിയിൽ അസുഖങ്ങൾ വരുമ്പോൾ, അതായത് ഈവൻ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നോൺ ക്യാൻസറസ് ആണ്, ക്യാൻസറായിട്ട് വരുന്നത് വളരെ വിരളമായിട്ടാണ് കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഫൈബ്രോയിഡ് വരുമ്പോൾ പോലും പലപ്പോഴും സ്ത്രീകൾക്ക് വല്ലാത്ത ടെൻഷനാണ്. എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് സാധാരണ സ്ത്രീകൾ പലരും കടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള ആ ഒരു മാനസികാവസ്ഥ? ഫൈബ്രോയിഡ് കണ്ടതുകൊണ്ട് നിങ്ങൾ ഭയക്കുക വേണ്ട. ഫൈബ്രോയിഡ് ക്യാൻസർ ആവാനുള്ള സാധ്യത 1,00,000 അത്രയേ ഉള്ളൂ. അപ്പോൾ ആ 1,00,000 പേരെയും നമുക്ക് പിടിച്ച് സർജറി ചെയ്യാൻ പറ്റും? ഇല്ല, ആവശ്യമില്ല. അങ്ങനെ ക്യാൻസർ പേടിച്ച് നിങ്ങൾ ഫൈബ്രോയിഡ് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അഫക്റ്റഡ് ആയോ, നിങ്ങളുടെ ബ്ലഡ് ലോസ് വരുന്നുണ്ടോ, നിങ്ങൾ അനീമിക് ആയോ, നിങ്ങൾക്ക് സിവിയർ പെയിൻ കാരണം നിങ്ങളുടെ വർക്കിന് പോകാൻ പറ്റാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഫൈബ്രോയിഡ്സ് ഇരിക്കുന്ന ആ ലൊക്കേഷൻ കാരണം നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റുന്നില്ലേ, അങ്ങനെയുള്ളവർ ചികിത്സ തേടണം. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് ഇപ്പോൾ റോബോട്ടിക് സർജറി വരെ ഉള്ളതിലേക്ക് വന്നു. ഇനി എങ്ങോട്ടാണ്? വേറെയുണ്ട് സർജറി അല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. നോൺ സർജിക്കൽ ഓപ്ഷൻസ്, മെഡിക്കൽ സർജിക്കൽ അല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. അത് അഡ്വാൻസ് പുതിയ ഒരു മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്, പുതിയതെന്ന് പറയാൻ പറ്റില്ല, വർഷങ്ങളായി നമ്മുടെ ഇവിടെയൊക്കെ അത് എത്തിയിട്ടുണ്ട്. യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫൈബ്രോയിഡിലോട്ട് പോകുന്ന രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ അത് ചെയ്യുന്നത് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്, ഗൈനക്കോളജിസ്റ്റ് അല്ല. അതായത് ഈ ഫൈബ്രോയിഡിന് കിട്ടുന്ന പോഷകങ്ങളെയൊക്കെ അങ്ങ് തടഞ്ഞ് അതിൻ്റെ ആ രക്ത ഓട്ടം അങ്ങ് കട്ട് ചെയ്യുമ്പോൾ അത് പതുക്കെ ചുരുങ്ങിക്കോളും. വളരെ ഹ്യൂജ് ഫൈബ്രോയിഡ്സിന് അത് ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. പക്ഷേ ഒരു ആവറേജ് സൈസ് ഫൈബ്രോയിഡ്സിന് അത് വർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു എത്രത്തോളം എക്സ്പെൻസീവ് ആണ്? ആണല്ലേ, സർജറിയേക്കാൾ എക്സ്പെൻസീവ് ആണ്. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. പിന്നെയുണ്ട് ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് ഒരു ഹൈഫു എന്ന് പറയും, ഹൈ ഗ്രേഡ് ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. അത് വെച്ച് കരിക്കാൻ പറ്റും. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് വെച്ച് കരിക്കാനും പറ്റും. അത് പക്ഷേ അത്ര കോമൺ അല്ല. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ മെഷീനറിയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. അത് അത്ര കോമൺ അല്ല. പക്ഷേ യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ ഇസ് നൗ ഇൻ വോഗ്. ഓക്കെ, അപ്പോൾ ശരിക്കും പുതിയ ടെക്നോളജി വന്ന് നമ്മുടെ സ്ത്രീകളുടെ ഒരു ലൈഫ് കുറച്ചുകൂടി, കാരണം അത് അത്ര കോമൺ ആണല്ലോ. ഈ അസുഖം വളരെ കോമൺ ആണ്. ഇപ്പോൾ ഒരു സർജറിയിലോട്ട് പോകാതെ അവരെ സേവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതെ. എന്തായാലും അത്തരം ടെക്നോളജീസ് ഉപയോഗിക്കാൻ, കോമൺ ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സിസ്റ്റം വരട്ടെ എന്നാണ്. എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതെ. അപ്പോൾ ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. കാരണം ഫൈബ്രോയിഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെ പുതിയ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു ഈ ഒരു 1 hour സെഷൻ. ഒരുപാട് നന്ദി ഡോക്ടർ, വളരെ ഡീറ്റെയിൽഡായി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തന്നതിന്. ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും എനിക്ക് ഉറപ്പുണ്ട് ഈ 1 മണിക്കൂർ സമയം ഫൈബ്രോയിഡുമായി ബന്ധപ്പെട്ട
പുതിയ ചികിത്സാ രീതികൾ, സാധ്യതകളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു. ഇൻഫോർമേറ്റീവായി കാണും തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, കോളേഴ്സിനും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.